വനിതാ സംവരണ ഭേദഗതി ബില്ലിനെ സംബന്ധിച്ച് ചൂടേറിയ വാഗ്വാദങ്ങളാണ് പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് കൂടി ചേരുന്നു. ഐസൺ, വളരെ നിർണായകമായ ഭരണഘടനാ ഭേദഗതി ബിൽ, വനിതാ സംവരണത്തെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ബില്ലാണ് ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിന്മേലുള്ള ചൂടേറിയ വാഗ്വാദങ്ങൾ നടക്കുന്നു. ഇപ്പോൾ ഡൽഹിയിൽ നിന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തതാണല്ലോ രാഹുൽ നടത്തിയ പരാമർശവും അതേ തുടർന്നുള്ള വിവാദങ്ങളും ഒക്കെ തന്നെ. പാർലമെന്റിൽ ഈ ചർച്ച നടക്കുമ്പോൾ പ്രതിപക്ഷം ഏത് നിലയിലാണ് ഇതിനെ പ്രതിരോധിക്കുന്നത്? കൃത്യമായി ഇത് ഭരണഘടനാ ഭേദഗതി ബിൽ രാജ്യത്ത് അനിവാര്യമാണ് എന്ന് തന്നെയാണല്ലോ കേന്ദ്ര സർക്കാരിൻ്റെയും ഈ ബിൽ അവതരിപ്പിച്ച മന്ത്രിയുടെയും ഒക്കെ തന്നെ വാദം. ഐസൺ, സ്ത്രീ സംവരണം അനിവാര്യമാണ് എന്നൊരു നിലപാട് നേരത്തെ തന്നെ 2023 ഈ ബിൽ പാസ്സാകുന്നു. വീണ്ടും അനുബന്ധമായി വീണ്ടും ഈ ബിൽ പാസ്സാക്കാനുള്ള നീക്കങ്ങൾ, അതല്ലെങ്കിൽ അതിൻ്റെ അമെൻമെൻറ്റ് പാസ്സാക്കാനുള്ള നീക്കങ്ങൾ രാജ്യത്ത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നു. അത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ അനിവാര്യമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമായതിനാൽ തന്നെ അടിയന്തരമായി അടുത്ത തെരഞ്ഞെടുപ്പിൽ, അതായത് 2029 നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ വനിതകളുടെ സംവരണം ചെയ്ത സീറ്റുകൾ കൃത്യമായി ഡിക്ലെയർ ചെയ്യുന്നതിനുള്ളൊരു നീക്കമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതിന് മേലുള്ള ചർച്ചകളാണ് ഇന്നലെയും ഇന്നുമായി ലോക്സഭയിൽ പുരോഗമിക്കുകയും ചെയ്യുന്നത്. തുടക്കത്തിൽ തന്നെ ഈ ചർച്ചകൾക്കെതിരായൊരു നിലപാട്, അല്ലെങ്കിൽ ബില്ലിനെതിരായൊരു നിലപാട് വളരെ കൃത്യമായി കോൺഗ്രസ് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. കോൺഗ്രസ് സ്വീകരിച്ച ഏറ്റവും കടുത്ത നിലപാട് എന്ന് പറയുന്നത് ബിൽ പിൻവലിക്കണമെന്നൊരാവശ്യം പോലും ഇന്നലെ പരിഗണിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിലുള്ള പ്രൊസീജിയറുടെ ഭാഗമായി, പാർലമെൻ്ററി നടപടിക്രമങ്ങളുടെ ഭാഗമായി KC വേണുഗോപാൽ തന്നെ അത്തരം ആവശ്യം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ രാഹുലിൻ്റെ ഇടപെടലുണ്ടായിരിക്കുന്നത്. രാഹുലിൻ്റെ ഇടപെടൽ അതീവ ഗുരുതരമായ ചില മോശമായ വ്യാഖ്യാനങ്ങൾ, മോശമായ പദപ്രയോഗങ്ങളും എല്ലാം തന്നെ ഉണ്ടായ ഒരു സാഹചര്യമുണ്ടായി. ബലാക്കോട്ടിലെയും അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിലെയും മജീഷ്യൻ അല്ലെങ്കിൽ മായാജാലക്കാരൻ എന്നൊക്കെ പ്രധാനമന്ത്രിയെ ആക്ഷേപിക്കുന്ന ഒരു രീതി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതോടുകൂടി ആ നീക്കങ്ങളെല്ലാം തന്നെ, അത്തരം വാക്കുകളെല്ലാം തന്നെ സഭാരേഖകളിൽ നിന്നും മാറ്റുമെന്ന് സ്പീക്കർ ഓം ബിർള നിർദ്ദേശം നൽകുകയും അതിന് പിന്നാലെ കൃത്യമായ റൂളിംഗ് നൽകുകയും അതിന് പിന്നാലെ രാഹുൽ ഗാന്ധിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. വിഷയത്തിൽ നിന്ന് സംസാരിക്കണമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിനുശേഷമാണ് വീണ്ടും തുടർ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. രാജ്നാഥ് സിംഗ് രാഹുൽ മാപ്പ് പറയണമെന്നൊരാവശ്യം മുന്നോട്ട് വെച്ചു. അതുപോലെ തന്നെ വലിയൊരു പ്രതിഷേധം തന്നെ സഭയിൽ രാഹുലിൻ്റെ ഈ തെറ്റായ പരാമർശങ്ങൾക്ക് നേരെ ഉണ്ടാവുകയും ചെയ്തു. ഏറ്റവും നിർണായകമായൊരു ഘടകം എന്ന് പറയുന്നത്, രാഹുൽ ഈ പ്രസംഗം കഴിഞ്ഞ് അപ്പോൾ തന്നെ രാഹുൽ സഭ വിട്ടിറങ്ങുകയായിരുന്നു. അത് മറ്റൊരു രീതിയിലുള്ള രൂക്ഷമായ വിമർശനങ്ങളിലേക്ക് വഴിവെക്കുകയും ചെയ്തു. താൻ എന്തെങ്കിലും പറയുകയും അതിനുശേഷം സഭയിൽ നിന്ന് പോവുകയും മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അടിസ്ഥാന ജനാധിപത്യ ബോധ്യമില്ലായ്മ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അതിരൂക്ഷമായ വിമർശനങ്ങൾ വിളിച്ചു വരുത്തുകയും ചെയ്തു എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഇന്ന് 6 മണിയോടുകൂടി അമിത്ഷാ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യും. അതിനുശേഷമായിരിക്കും വോട്ടെടുപ്പ് നടക്കുക എന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ചർച്ചകൾ ഇനിയും തുടരുന്ന നീക്കങ്ങളാണ് ഉണ്ടാകുക. അതുപോലെ തന്നെ അമിത്ഷായുടെ മറുപടി 6 മണിയോടുകൂടി ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതെ, വ്യക്തമാണ്.